ഇടതുപക്ഷത്തിന്റെ കാലത്ത് നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പൊ UDF സർക്കാർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അതിക്രമങ്ങൾ എന്ന് പറഞ്ഞൊരു അന്വേഷണം, ചികിത്സാ പിഴവ് എന്ന് പറഞ്ഞ് മറ്റന്വേഷണം, അതിൽ ചിലതിനൊക്കെ നഷ്ടപരിഹാരം കൊടുക്കൽ, ഇങ്ങനെ LDFന്റെ കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കങ്ങൾ UDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. PP ദിവ്യക്കെതിരെ കേരള പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന സമയത്ത് സ്വന്തം പോലീസിൽ വിശ്വാസമില്ലാതെ ആ കേസ് CBIക്ക് വിടുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അന്വേഷണങ്ങളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വിനീതമായി യൂത്ത് കോൺഗ്രസുകാരോട് ആണ് പ്രത്യേകമായി പറയാനുള്ളത്, നിങ്ങളൊരു അന്വേഷണത്തിന് ഏർപ്പാട് ചെയ്യണം. മറ്റൊന്നുമില്ല, കേരളം മറക്കാനാവാത്ത മഹാദുരന്തമായിരുന്നു വയനാട് മഹാദുരന്തം. യൂത്ത് കോൺഗ്രസോ പിരിപ്പിച്ച് പണം മുഴുവൻ കൺമുമ്പിൽ കണ്ട സകല സ്ത്രീരൂപങ്ങളെയും അതിന്റെ പ്രസിഡന്റ് ഭോഗിച്ച് പണം തീർത്തു. അതിന്റെ കണക്ക് ചോദിച്ചപ്പോൾ കണക്കില്ല. മൂത്ത കോൺഗ്രസുകാർ പിരിച്ചത് ആപ്പിലൂടെയായിരുന്നു. ആപ്പ് ചോദിച്ചപ്പോൾ ആപ്പും പൂട്ടിപ്പോയി. പിന്നീട് ഗവൺമെന്റ് വീടുണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു തറക്കല്ലിട്ടു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വന്നു. ആ തറക്കല്ലിന് മുകളിൽ ഒരു കല്ല് പോലും അവരിട്ടിട്ടില്ല. അവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ ലോകത്തിന് തന്നെ മാതൃകയായി കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ടൌൺഷിപ്പ് കേരളത്തിലെ സകല ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ഉണ്ടാക്കി. അതുണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഒറ്റ പൈസ അതിലേക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ കോൺഗ്രസ്, കൊടുത്ത കോൺഗ്രസുകാരെ ചീത്ത പറഞ്ഞ KPCC പ്രസിഡന്റ്, അതും അവിടെ നിൽക്കട്ടെ. ഒരു ജനതയുടെ ഐക്യത്തിന്റെ പ്രതീകമായി ലോകത്തിന് തന്നെ മാതൃകയായി കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് ടൌൺഷിപ്പിന്റെ പണി പൂർത്തീകരിച്ച് പല വീടുകളിലേക്കും ആളുകൾ ചേക്കാറാൻ തുടങ്ങി. ദുരന്തകാലത്തിന്റെ ദുഃഖോർമ്മകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പുഞ്ചിരിയുമായി പുതിയ ഒരു ലോകത്തേക്ക് അതിന്റെ ഇരകൾ നടന്നെടുക്കുകയാണ്. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസെ, DYFIക്കാരൻ 25 വീടുണ്ടാക്കും എന്ന് പറഞ്ഞ് അധ്വാനിച്ചുണ്ടാക്കിയ പണം 20 കോടി എത്തിയപ്പോൾ അവർ 100 വീടുണ്ടാക്കാൻ 20 ലക്ഷം വെച്ച് 100 വീടുണ്ടാക്കാൻ മുഖ്യമന്ത്രിയെ പണം ഏൽപ്പിച്ചു. വലിയ വിവാദം ഉണ്ടായല്ലോ. യൂത്ത് കോൺഗ്രസുകാർ ഈ നാടായ നാട് മുഴുവൻ പ്രസംഗിച്ചു നടന്നല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പത്രക്കാരുടെ മുമ്പിൽ ആവർത്തിച്ച് പറഞ്ഞല്ലോ, OK ജനീഷ് അടക്കം DYFI പണം കൊടുത്തിട്ടില്ല. പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്കെവിടെ? DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് അടക്കം അതിന് മറുപടി പറഞ്ഞു. ടൌൺഷിപ്പ് പ്രൊജക്ടിലേക്കാണ് DYFI പണം കൊടുത്തിട്ടുള്ളത്. 20 കോടി കൊടുത്തതിന്റെ കൃത്യമായ ബാങ്ക് രേഖകൾ കാണിച്ചു. ആ രേഖകൾ പ്രകാരം ഗവൺമെന്റും ULCCയും DYFIയും തമ്മിൽ ഉണ്ടാക്കിയ നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാക്കിയ കരാറ് കാണിച്ചു. അപ്പോഴും യൂത്ത് കോൺഗ്രസെ നിങ്ങൾ പറഞ്ഞത് അത് തട്ടിപ്പാണ്. ആ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കണം. അതുകൊണ്ട് വയനാടിന്റെ ഇരകൾ ചേക്കാറാൻ തുടങ്ങിയ ഈ സമയത്ത് യൂത്ത് കോൺഗ്രസുകാരാ, DYFIക്കാരൻ ആ പണം കൊടുത്തിട്ടുണ്ടോ? 20 കോടി കൊണ്ട് അവര് 100 വീട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ അത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഒരു അന്വേഷണത്തിന് ഉത്തരവിടണം. ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയ UDFിലെ പലരും പണം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടും പണി തീർത്തുണ്ടാക്കിയ അതിന്റെ ഉദ്ഘാടനത്തെക്കുറിച്ചൊക്കെ TCDക്കും KM ഷാജിയൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നുണ്ടല്ലോ. ഞാൻ അതിനൊന്നും കളിയാക്കുന്നില്ല, അത് അന്വേഷിക്കണം. ഒപ്പോ ഈ കേരളത്തിലെ ജനങ്ങൾ തന്ന 700 കോടി എവിടെ? പിണറായി വിജയൻ കട്ടോ മുക്കിയോ എന്നൊക്കെ വലിയ ചോദ്യങ്ങൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് വരെ ഉന്നയിച്ചിരുന്നല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശനാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശനോട് പറയണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? വയനാടിന്റെ ദുരന്തത്തിന്റെ പേരിൽ പിരിപ്പിച്ച പണം മുക്കിയിട്ടുണ്ടോ? ധവളപത്രം ഇറക്കണം, അന്വേഷണം നടത്തണം. കാരണം ഒരു മഹാദുരന്തത്തെ അതിനുവേണ്ടി സഹായിച്ച മനുഷ്യരെ സംശയത്തിന്റെ മുനയിൽ നിർത്തിയവരാണ് നിങ്ങൾ. ആ സംശയം ഈ കേരളത്തിന് തീരേണ്ടതുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്ന പണം പിണറായി വിജയൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? കേരളത്തിൽ 25 വീടുണ്ടാക്കുമെന്ന് പറഞ്ഞ് 100 വീടുണ്ടാക്കി കൊടുത്ത DYFI 20 കോടി പിരിപ്പിച്ച് അത് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഈ തട്ടിപ്പ് അന്വേഷിക്കണം, തീർച്ചയായും അന്വേഷിക്കണം. എന്നിട്ട് അതിന്റെ ഉത്തരം നൽകാനുള്ള ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസിനുണ്ട്, മൂത്ത കോൺഗ്രസിനുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ സകല കമ്മ്യൂണിസ്റ്റ് വിരോധികൾക്കും ഉണ്ട്. അതുകൊണ്ട് അന്വേഷണം നടത്തണം. CBIയോ NIAയോ EDയോ ആരാന്ന് വെച്ചാ വരട്ടെ, അവരന്വേഷിക്കട്ടെ. അന്വേഷണം നടത്താതെ പിണറായിയും DYFIക്കാരെയും വെറുതെ വിടരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്.